വില്ലേജ് പദ്ധതിക്ക് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. കൃഷിവകുപ്പും ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. വ്യാവസായികാടിസ്ഥാനത്തിൽ പുഷ്പകൃഷി ചെയ്ത് കർഷകർക്ക് വരുമാനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന കൃഷിവകുപ്പും ഓച്ചിറ ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഫ്ലോറി വില്ലേജ് പദ്ധതി നടപ്പാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി കുറ്റിമുല്ലത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പദ്ധതി പ്രകാരം കുറ്റിമുല്ല, അതുപോലെ ഓർക്കിഡ്, തെറ്റി മുതലായവ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിനായിട്ടാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് വിവിധ ഗ്രൂപ്പുകൾ കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്യുകയും അവർ അതിന് തയ്യാറായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ചങ്ങൻകുളങ്ങര കൊച്ചുകണ്ണാട്ട് ഹുസൈന്റെ പുരയിടത്തിലാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ പുഷ്പകൃഷി ചെയ്യുന്നതിലൂടെ കർഷകർക്ക് വരുമാനം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൃഷി ഓഫീസർ രഞ്ജു പദ്ധതി വിശദീകരിച്ചു. കൊല്ലം ജില്ലയിൽ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള മുഴുവൻ ഗ്രാമപഞ്ചായത്തിനെയും ആണ് ഈ പദ്ധതിയിൽ നമ്മൾ ഇപ്പോൾ തൽക്കാലം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ പദ്ധതി പ്രകാരം ഓരോ സംഭരിക്കുകയും അത് വിപണനം ചെയ്യുകയും അതുവഴി കർഷകർക്കൊരു വരുമാനവും അതോടൊപ്പം തന്നെ പുഷ്പകൃഷിയുടെ കാര്യത്തിൽ നമുക്ക് പഞ്ചായത്തിലൊരു സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായി 1 ഹെക്ടർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. കുറ്റിമുല്ല, തെച്ചി, ഓർക്കിഡ് എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുക. കർഷകർക്ക് ആവശ്യമായ നടീൽ വസ്തുക്കൾ, പരിശീലനം, വിപണനം, സബ്സിഡികൾ എന്നിവ കൃഷിഭവൻ മുഖേന ലഭ്യമാക്കും. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഷെരീൻ, ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത്തീഫ ബിബി, പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് ആനേത്ത്, സുജേത, അനിജാലാൽ, സരസ്വതി പാട്ടത്തിൽ, കാർഷിക വികസന സമിതി അംഗങ്ങളായ അബ്ദുൽ ഖാദർ KM, മുരളീധരൻ പിള്ള, കൃഷി അസിസ്റ്റന്റ് പ്രശാന്ത്, സുജാത, സുബൈദ, രാധാമണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.